ഞാൻ വെച്ചാൽ എല്ലാ ആൾക്കാരും വെറുപ്പിക്കും. അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ. എല്ലാ വീട്ടിന്റെ അടപ്പിൽ ജനലിന്റെ അടയിലും ജനലിൽ എറിഞ്ഞു കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതും കുളിസീൻ കാണുന്നതുമെല്ലാം ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു ക്രൈം തന്നെയാണ്. ആ ഒരു ക്രൈം ചെയ്തു എന്ന് പറയുന്ന ഒരുത്തനെ വിളിച്ചിരുത്തി ഒരു ക്യൂരിയോസിറ്റി കാണാനുള്ള ഒരു ത്വര, അയാളുടെ വാക്കുകളെ കേട്ട് ചിരിക്കുകയും ചെയ്യുന്ന ഒരു അവതാരികയെ നമ്മൾ കാണുകയുണ്ടായി. ഒളിഞ്ഞു നോക്കും കുളിച്ച്. അത് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്ന ഒരു ഗസ്റ്റ്, ആ ഗസ്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സമൂഹത്തിന് നന്മകൾ ചെയ്തവനായിരിക്കും, ഒരുപാട് ഗുണങ്ങൾ ഈ സമൂഹത്തിന് സംഭാവന നൽകിയതാവാം, നല്ലൊരു കലാകാരനായിരിക്കും, പ്രതിഭ കൊണ്ട് സമ്പന്നനായിരിക്കും. പക്ഷെ ഇത് വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പറയുകയും അവർക്ക് കുറച്ച് ഫോളോവേഴ്സും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു വരുത്തുകയും ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണേണ്ടി വരികയും ചെയ്യുക എന്നത് അല്പത്തരം മാത്രമാണ്. ഇന്റർവ്യൂ ചെയ്യുന്ന ആളിന് ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ആ ഒരു പ്രോഗ്രാം മാന്യമായി കൊണ്ടുപോകാൻ കൃത്യമായ ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് വരുന്ന മറുപടി സഭ്യമല്ലെങ്കിൽ അതിൽ കയറി ഇടപെടാനും സാധിക്കണം. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. ഇത്തരത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റ് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അവതാരക മുന്നോട്ട് വന്നത് എന്തുകൊണ്ടും ഒരു മാതൃകാപരമായ കാര്യം തന്നെയാണ്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനൊരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.